നമസ്കാരം. നമ്മുടെ കയ്യിൽ പണമില്ലാതെ വരുന്ന അവസരത്തിൽ മിക്കവാറും ആളുകൾ പണം കടം വാങ്ങുന്ന ഒരു പതിവുണ്ട്. കുറച്ച് ദിവസത്തെ അല്ലെങ്കിൽ മാസത്തെ കാലതാമസം പറഞ്ഞായിരിക്കും മറ്റുള്ള ആളിൽ നിന്ന് പണം കടമായിട്ട് വാങ്ങുന്നത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ ചിലർ പണം തിരികെ നൽകാറുണ്ട്. എന്നാൽ മറ്റു ചിലരാവട്ടെ കൃത്യം സമയം പാലിക്കാൻ സാധിക്കാതെയും വരാറുണ്ട്. കാരണം ആ കയ്യിലേക്ക് ധനം എത്താത്തതിൻ്റെ അഭാവം നിമിത്തം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെയും വരാറുണ്ട്. പൊതുവിൽ പറയുമ്പോൾ നാം പണം കടം വാങ്ങാൻ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ എന്നിവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ജ്യോതിഷപ്രകാരം പറയുമ്പോൾ നമ്മൾ കടം വാങ്ങാൻ തിരഞ്ഞെടുക്കുന്ന നാളുകാർക്കും ചില പ്രത്യേകതകളുണ്ട്. ചില നാളുകാരിൽ നിന്നും പരമാവധി കടം വാങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എത്ര വലിയ സുഹൃത്താണെങ്കിലും എത്ര വലിയ ബന്ധുവാണെന്ന് പറഞ്ഞാലും ഈ നക്ഷത്രക്കാരിൽ നിന്ന് പണം കടം വാങ്ങിയാൽ അത് ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നൽകുന്നതിന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ സാധ്യതയൊരുക്കും. അപ്പോൾ ഈ നക്ഷത്രക്കാരും അവരിൽ നിന്ന് കടം വാങ്ങുന്ന ആളുകളും ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇന്ന ആളുകളിൽ നിന്ന് കടം വാങ്ങുവാൻ പാടില്ല എന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മൾ ഒരാളിൽ നിന്ന് കടം വാങ്ങുമ്പോൾ അവരുടെ നക്ഷത്രം അറിഞ്ഞിട്ടാണോ വാങ്ങുന്നതെന്ന്. ഇവിടെ നമ്മൾ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ അടുത്ത ബന്ധുവിൽ നിന്നോ ആണ് പണം കടമായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും അവരുടെ നക്ഷത്രം ചിലപ്പോൾ അറിവുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയാൻ പോകുന്ന 3 നക്ഷത്രക്കാരിൽ നിന്നും ഒരിക്കലും പണം കടമായി വാങ്ങാൻ പാടില്ല. അതിന് എന്തിൻ്റെ പുറത്താണെന്ന് പറഞ്ഞാലും ഒരിക്കലും പണം കടം വാങ്ങാൻ പാടുള്ളതല്ല. അത് ഭാവിയിൽ വിനയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവരിൽ നിന്ന് കടം വാങ്ങരുതെന്ന്. അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഏകദേശം 3 നക്ഷത്രക്കാരുണ്ട്. ആ 3 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ. ഇവർക്ക് ഏത് പ്രതിസന്ധിയിലും പണം സമ്പാദിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ജന്മന തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പണം നൽകേണ്ട ഒരു അവസ്ഥ, കടമായി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ കുറച്ചധികം തന്നെ ഈ കൂട്ടർ ചിന്തിക്കാറുണ്ട്. അതൊരു അശ്വതി നക്ഷത്രക്കാരുടെ പ്രകൃതമാണ്. കയ്യിൽ നിന്ന് ധനം പോകുകയാണെങ്കിൽ, അതായത് കടമായിട്ടാണെങ്കിലും തിരികെ കിട്ടുമെന്നറിഞ്ഞാൽ പോലും ഇവർ കൂടുതൽ സമയം അതിനായി ചിന്തിക്കാറുണ്ട്. കൊടുക്കണോ എന്ന്. പിന്നെ മനസ്സോടെ ആയിരിക്കും ചിലപ്പോൾ കടം കൊടുക്കുന്നത്. അപ്പോൾ ഒരാളുടെ വിഷമം കേട്ടാൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പോലും പണം പെട്ടെന്ന് അടുത്തേക്ക് ചോദിച്ചു വരുന്നതിനോടൊന്നും അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം താല്പര്യമില്ല. കൊടുക്കുന്നതിനും മടി കാണിക്കുന്ന ഒരു പ്രകൃതം കൂടി ഉള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ. അതിനാൽ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഒരു വ്യക്തിക്ക് പണം നൽകേണ്ടി വന്നാൽ അത് തിരിച്ചു കിട്ടുന്നത് വരെ സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ഈ അശ്വതി നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. ആ വെപ്രാളമായിരിക്കും. അത് തിരിച്ചു കിട്ടുമോ എന്ന് വെപ്രാളത്തിൽ തിരിച്ചു കിട്ടുന്നത് വരെ മനസ്സമാധാനമില്ലാതെ ആയിരിക്കും ഇക്കൂട്ടരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം ഈ പണം തരാനുള്ള വ്യക്തിയോട് ഇവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴാണ് പണം തരുന്നത്. അതും ഒരു വിഷയത്തിലേക്ക് നയിക്കപ്പെടും. കൂടാതെ കൃത്യമായ ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് തിരിച്ചു നൽകാതെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രകൃതമാകെ മാറാറുണ്ട്. അതായത് വളരെ കോപാകുലരാവുകയും വളരെ വലിയ വിഷമങ്ങളിലേക്ക് അല്ലെങ്കിൽ വളരെ വിഷയങ്ങളിലേക്ക് ഒരു വിഷമവും കൂടാതെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുക. കാരണം ആ പണം തിരികെ കിട്ടാൻ ഏത് രീതിയിലേക്കും അവർ എത്തിച്ചേരുമെന്ന് സാരം. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാരായ ആളുകളിൽ നിന്ന് കടം വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ്. കയ്യിലുള്ള ധനത്തിനേക്കാൾ കൂടുതൽ ചിലവുകൾ ഉള്ള ഒരു കൂട്ടരാണ് ഭരണി നക്ഷത്രക്കാർ. അതായത് വരുമാനത്തിനേക്കാട്ടും വളരെ ചിലവ് കൂടുതലായിട്ട് പോകുന്ന ഒരു കൂട്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും ഇവരുടെ ആവശ്യങ്ങൾക്ക് പോലും കയ്യിൽ ധനം തികയാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് കടം കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ആവശ്യങ്ങൾ പെട്ടെന്നായിരിക്കും വരുന്നത്. അപ്പോൾ കടം കൊടുത്ത ആളോട് അടിക്കടി ചെന്ന് ധനം തിരികെ ചോദിക്കാനുള്ള ഒരു സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാരായ ആളുകളിൽ നിന്നും കടം വാങ്ങുന്നത് ഒഴിവാക്കുക. അടുത്ത നക്ഷത്രം ഉത്രമാണ്.
കടം കൊടുത്ത പണത്തിന് എല്ലായ്പ്പോഴും ഒരു കണക്ക് വെച്ച് പുലർത്തുന്നവരാണ് ഉത്രം നക്ഷത്രക്കാർ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കടം വാങ്ങിയ ആളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ കൃത്യ കണക്കുകൾ കാണിച്ച് പണം പെട്ടെന്ന് തന്നെ തിരികെ ചോദിക്കാനും ഒരു മടിയുമില്ലാത്ത കൂട്ടരാണ് ഇവർ. എത്ര പ്രിയപ്പെട്ടവരോടാണെങ്കിലും ഇതേ രീതി തന്നെയായിരിക്കും ഇവർ പിന്തുടരുന്നത്. ചിലപ്പോൾ മക്കളോട് പോലും ധനം അവർ വാങ്ങിയെങ്കിൽ ഇതേ രീതി തന്നെ പിന്തുടരുകയും കണക്കുകൾ നിരത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇവർ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. പണം നഷ്ടപ്പെടാൻ ഇവർ തീരെ ആഗ്രഹിക്കുകയില്ല. പണം വാങ്ങിയ ആളിൽ നിന്ന് എന്തെങ്കിലും അഹിതമായ കാര്യങ്ങൾ ഉണ്ടായാൽ അത് ഒന്നേന്നുള്ള കണക്കുകൾ ബോധിപ്പിച്ച് അവരെ വിഷമസന്ധിയിലാക്കി പണം തിരികെ ചോദിക്കാൻ അല്ലെങ്കിൽ പണം തിരികെ വാങ്ങിക്കാനും ഇവർ ഏതറ്റം വരെയും മടിയില്ലാതെ പോകുന്ന കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ ഈ 3 നക്ഷത്രക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കൂട്ടരിൽ നിന്ന് പണം കടമായി വാങ്ങാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്.